അപ്പൊ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന കേക്കാണ്. നമ്മൾ ഇഡ്ഡലി കേക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇഡ്ഡലി തട്ടിനകത്ത് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ അടിപൊളിയാണ്. രണ്ട് കളർ രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാതിരുന്നാലും ഞാൻ എന്റേതായിട്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ എന്നും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കൂട്ടരെ. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പൊ നമ്മൾക്ക് കണ്ടാലോ എങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ 2 മുട്ടയാണ്. നമുക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി അടുത്ത് ഇതിനകത്ത് ഇടുന്ന ഒരു 1/4 കപ്പ് പഞ്ചസാര, ഒരു ചെറിയ കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. തണുക്കാത്ത 1/4 ടീസ്പൂൺ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു വെക്കുന്ന വാനില എസൻസ് ആണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ 1.5 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് നല്ല സ്പീഡിൽ ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 കപ്പ് മൈദ മാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. നേരത്തെ ഇട്ട് നമ്മൾ ബേക്കിംഗ് സോഡ അല്ല, മറ്റേ പൗഡറാണ്. നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വലുതായിട്ട് നമുക്ക് ഇത് കുഴച്ച് അങ്ങ് ഇതാക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സാക്കി കിട്ടിയാൽ മതി. അപ്പൊ നമ്മൾ അവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റാം. കുറച്ച് നമുക്ക് വേറെ ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1.5 സ്പൂണോളം കൊക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളാ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം. അടുത്ത് നമ്മൾ ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് എണ്ണ നമ്മൾ പുരട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് പെട്ടെന്ന് ഇളവി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഓരോ തട്ടിൽ ആദ്യം കുറച്ച് വെച്ച് കൊടുക്കും. ഇനി ചോക്ലേറ്റ് കുറച്ചെടുത്ത് നമുക്ക് ഇതിന്റെ മേളിലോട്ട് വെച്ച് കൊടുക്കാം. അതായത് എല്ലാത്തിലും നമുക്ക് നോക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതിന്റെ മേളിലോട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി വീണ്ടും തുള്ളി വെച്ച് നമുക്ക് ഇതിന്റെ മേളിട്ട് കൊടുക്കുക. തുള്ളി. അപ്പൊ നമ്മൾ നല്ല ഇഡ്ഡലിക്കൂട്ടം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പൊ നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആവുന്നുള്ളൂ. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തോ ആയി നമുക്ക് നോക്കാം. അടിപൊളി, നല്ല രീതിയിൽ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അതിൽ ഇളക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് പൊട്ടിച്ചു വെക്കാനാണ്. ഓക്കെ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. 2 ലെയറും ആയിട്ടൊക്കെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ കൂട്ടുകാരെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.